നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴായി നമ്മൾ പറയാറുള്ളതും സംഭാഷണങ്ങളിൽ കേൾക്കാറുള്ളതുമാണ്. എന്നാൽ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. EP ജയരാജനും BJPയുമായുള്ള ബന്ധത്തെപ്പറ്റി മാധ്യമങ്ങൾ ചോദ്യമുന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ ചൊല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം നിറഞ്ഞു നിന്നത്. പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട ഏത് കഥയാണ് പിണറായി പറഞ്ഞതെന്നായിരുന്നു പലരുടെയും സംശയം. സർവകലാശാലകളിലെ മുതിർന്ന മലയാളം അധ്യാപകർക്ക് പോലും കഥ അത്ര പിടിയില്ല. പുരാണം അരച്ചു കലക്കി കുടിച്ചവരോടും പലരും കാര്യം തിരക്കി. അങ്ങനെ ഒരു കഥ കേട്ടിട്ടേ ഇല്ലെന്നായിരുന്നു പലരുടെയും മറുപടി. തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊരു ചൊല്ലില്ലെന്നും വടക്കൻ കേരളത്തിൽ എന്തെങ്കിലും കഥ കാണുമായിരിക്കുമെന്നും ചില സാഹിത്യകാരന്മാർ പറഞ്ഞു. BJPക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു, നിങ്ങൾ മൂപ്പരോട് തന്നെ ചോദിക്കുന്നു. LDFകാർക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ചൊല്ലിനെ പറ്റി വലിയ ധാരണയില്ല. പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലൊരു കഥയില്ലെന്ന് പല സാഹിത്യകാരന്മാരും പറഞ്ഞു. വ്യക്തികളുമായുള്ള ഇടപെടൽ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകാം. ആരോട് ഇടപെട്ടാലും പഠിച്ചു മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞ ചൊല്ലിന്റെ ചുരുക്കം. ഇവിടെ പാപി ദല്ലാൽ നന്ദകുമാറാണ്. ദല്ലാലിനോട് ചേർന്നാൽ ജയരാജനും പാപിയാകുമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ശരിക്കും ജയരാജനെ ശിവനായാണ് പറയുന്നത്. ശിവം എന്ന വാക്കിന്റെ അർത്ഥം മംഗളം എന്നാണ്. അങ്ങേയറ്റം മംഗളം നിറഞ്ഞ വ്യക്തിയാണ് ശിവൻ. അത്രയുള്ളൂ ഇതും. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം വലിയൊരു സൂചന കൂടിയാണ് EP ജയരാജനും അല്ലെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ പോകാൻ തോന്നുന്ന പാർട്ടി നേതാക്കൾക്കും കൊടുക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയന്റെ ആ വാക്കുകളിലുണ്ട് വരാൻ പോകുന്ന നടപടിയുടെ സൂചന. ഇത് മനസ്സിലാക്കി EP ജയരാജൻ സ്വയം തീരുമാനമെടുക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇടത് കൺവീനർ സ്ഥാനം ജയരാജൻ രാജിവെച്ചേക്കാം. വീണ്ടും പാർട്ടിയിൽ നിന്ന് അവധിയെടുക്കാനും സാധ്യതയുണ്ട്. CPM സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട്. ഇതിൽ EPയുടെ BJP ചർച്ചയടക്കം വിഷയമാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് അവലോകനവും നടക്കും. പോളിംഗ് കുറഞ്ഞത് ഇടതിന് കരുത്താകുമെന്നാണ് പൊതുവെ CPMലെ വിലയിരുത്തൽ. പിണറായിയുടെ വാക്ക് വലിയൊരു മുന്നറിയിപ്പാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇതോടെ CPMന് അപ്രിയനായി EP മാറിയെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പിണറായിയുടെ പരസ്യ പ്രതികരണത്തിൽ EPയും നിരാശനാണ്. ഈ സാഹചര്യത്തിൽ ജയരാജൻ കടുത്ത തീരുമാനമെടുക്കും. മുൻപും ജയരാജൻ അവധിയിൽ പോയിരുന്നു. MV ഗോവിന്ദൻ CPM സെക്രട്ടറി ആയപ്പോഴായിരുന്നു ഇത്. തന്നെ CPMനുള്ളിൽ ചില ഒതുക്കുന്നുവെന്ന പരാതി EPക്കുണ്ടായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ EP ജയരാജന്റെ വെളിപ്പെടുത്തലിലെ ഞെട്ടൽ മാറാതെ CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും CPMനുണ്ട്. CPM BJP ഒത്തുകളിക്ക് ഇതിലും വലിയൊരു തെളിവില്ലെന്ന നിലയിലാണ് UDF പ്രചാരണം. ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ LDF കൺവീനർ EP ജയരാജനെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം. ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും EP ജയരാജന് കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. വോട്ടെടുപ്പ് ദിനത്തിൽ കത്തി നിന്ന BJP പ്രവേശന വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ നടത്തിയ പരസ്യ ശാസന CPM സംഘടനാ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. വോട്ട് ചെയ്ത ശേഷം EP ജയരാജന്റെ പേരെടുത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ പാർട്ടി വൃത്തങ്ങളിൽ തന്നെ അമ്പരപ്പുളവാക്കി. CPMന്റെ സംഘടനാ നടപടികളാണ് പാർട്ടിക്കുള്ളിലെ ശാസനയും പരസ്യ ശാസനയും. പാർട്ടി അംഗങ്ങൾ തെറ്റ് ചെയ്താൽ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നടപടി സ്വീകരിക്കുക. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, കേരളത്തിലെ CPM നേതാക്കളും BJPയിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാൻ BJP കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ശോഭാ സുരേന്ദ്രന്റെയും K സുധാകരന്റെയും ഒരേ സമയത്തുള്ള പ്രതികരണങ്ങളെ CPM കാണുന്നത്. ദല്ലാൽ നന്ദകുമാറിനൊപ്പം എത്തിയ പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ സംസാരിച്ചെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ അറ്റകൈ പ്രയോഗമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരസ്യശാസന. അത് ഉചിതമായെന്നും വിവാദം സംബന്ധിച്ച സത്യസ്ഥിതി ബോധ്യപ്പെടാൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഹായിച്ചുവെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. പ്രകാശ് ജാവേദ്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടുവെന്ന് EP വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എത്തിയത്. BJP CPM രഹസ്യബന്ധമെന്ന UDF ആരോപണം നിലനിൽക്കെ പ്രകാശ് ജാവേദ്കറെ കണ്ടിരുന്നതായി EP ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തിപ്പടർന്നു. രാഷ്ട്രീയ ചർച്ച സ്ഥിരീകരിച്ച് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും വിവാദത്തിന് എരിവ് പകർന്നു. ദല്ലാൽ നന്ദകുമാറിന്റെ പക്കലുള്ള രേഖകളെ ഭയന്നാണ് EP നിയമ നടപടി സ്വീകരിക്കാത്തതെന്നും അവർ വെല്ലുവിളിച്ചു. കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ഇടതുപക്ഷത്തു തന്നെയുള്ള അഭിപ്രായം. ജാവേദ്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് EP വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തെരഞ്ഞെടുത്തതിനാലാണ് അസ്വാഭാവികത. ഇതിലുമുണ്ട് നേതാക്കൾക്ക് നീരസം.
വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുതെന്ന് CPM നേതൃത്വം താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരുന്നു. കാര്യമായ ആരും EP പ്രതിരോധിച്ച് രംഗത്ത് വന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം എന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല. കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ്. LDF തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജന് മേൽ ചാർത്തി കൈ കഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതുന്നു. മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന CPM-നെ കാത്തിരിക്കുന്നു.